ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി, ആക്റ്റീവ 4G എൻജിൻ സൈഡ് ഓയിൽ ലീക്കായിട്ട് വന്നതുണ്ടോ, നല്ല രീതിയിൽ നല്ലോണം ഓയിൽ ലീക്കായിരുന്നു. അപ്പോൾ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സൈഡിലാണ് അതിൻ്റെ ഓയിൽ ലീക്കേജ് കാണാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ അതിൻ്റെ ഈ ഓറിങ് പോയിട്ടുണ്ട്, ഈ ഓയിൽ സീൽ പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ ഈ സൈഡിൽ നിന്ന് നല്ല രീതിയിൽ ഓയിൽ ലീക്കേജ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ കാരണം എന്താണെന്ന് നോക്കുന്ന സമയത്തുണ്ടല്ലോ, ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ വർക്കിംഗ് കറക്റ്റ് ലെവലല്ല. അതായത് ക്രാങ്കിൻ്റെ അലൈൻമെൻറ്റ് പോയേക്കാണ്. അതായത് ക്രാങ്ക് ബെൻഡാവുക, ക്രാങ്ക് അലൈൻമെൻറ്റ് പോവുക, ക്രാങ്ക് ഔട്ടാവുക എന്നൊക്കെയാണ് പറയാനേ. കാരണം ക്രാങ്ക് ഈ ഷാഫ്റ്റ് കറക്റ്റ് ഒരേ ലെവലിൽ നിന്നിട്ട് വർക്ക് ചെയ്യണം. ഇതിപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കയറി ഇറങ്ങി വരും, ഇങ്ങനെ വരും. അങ്ങനെ വരാമെന്ന് പറഞ്ഞാൽ ഉള്ളിലെൻ്റെ ക്രാങ്കിൻ്റെ അലൈൻമെൻറ്റ് തിരിഞ്ഞു പോയിട്ടാണ് ആ പ്രോബ്ലം കാണിക്കുക. അപ്പോൾ അത് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതൊരു പ്രാവശ്യം ക്രാങ്ക് സെറ്റ് ചെയ്തൊക്കെ കിട്ടാനാണ്. കാരണം ഓയിൽ തീർന്നൊക്കെ പിസ്റ്റൺ പിടിച്ചിട്ട് കയറി വന്നേർന്ന കേസാണ്. അപ്പോൾ പിന്നീട് ഇനിയിപ്പോൾ റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിച്ചാൽ നമുക്ക് ഈ ക്രാങ്ക് ഷാഫ്റ്റ് മാറ്റി പുതിയത് വയ്ക്കാനേ പറ്റുള്ളൂ. അപ്പോൾ തൽക്കാലം നമുക്ക് അതിൻ്റെ അലൈൻമെൻറ്റ് ഒന്നും കൂടി നമുക്ക് പുറമേ നിന്ന് വലിയ ചിലവില്ലാത്ത രീതിയിലൊന്ന് ക്രാങ്ക് അലൈൻ ചെയ്തിട്ട് കയറ്റി സെറ്റ് ചെയ്യാം. അതിന് ശേഷം വീണ്ടും ലീക്കേജായിട്ടോ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടോ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ക്രാങ്ക് ഷാഫ്റ്റ് അഴിച്ച് മാറ്റി കളയേണ്ടി വരും. കാരണം നമുക്ക് സെൽഫിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സൈഡിൽ പെട്ടെന്ന് സെൽഫ് മോട്ട് കയറി ലോഡ് ചെയ്ത് അടിക്കുന്ന സമയത്ത് വന്ന പ്രോബ്ലമാണ് മെയിനായിട്ട്. അതായത് ചില വണ്ടികളിൽ റിപ്പീറ്റ് പ്രോബ്ലം കംപ്ലയിൻറ്റ് കാണിക്കാറുണ്ട്. അതിനകത്ത് ഓയിൽ ലെവൽ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഓയിൽ നമുക്ക് കുറച്ച് ടോപ്പ് അപ്പ് ചെയ്യേണ്ടി വരും, ലെവൽ ചെയ്യേണ്ടി വരും കേട്ടോ. പിന്നെ നമുക്ക് സെൽഫിൻ്റെ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബെൻഡെക്സ് യൂണിറ്റ് പ്രോപ്പറായിട്ട് വർക്കാവുള്ളതുണ്ടോ, ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്, തിരിച്ച് റിട്ടേൺ പോകണമെന്നില്ല. അത് കാരണം എന്താ വെച്ചാൽ ഇത് ഇടയ്ക്ക് സെൽഫ് ബെൻഡെക്സ് മാറ്റിയിട്ടുണ്ടാവും. ഇത് സാധാരണ ഉപയോഗിക്കുന്ന പോലെയല്ല, ഇത് കളക്ഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ പരമാവധിയും സെൽഫ് നമുക്ക് മാക്സിമം ഉപയോഗം വരുന്നുണ്ട്. അതനുസരിച്ചിട്ടുള്ള ഡാമേജാണ് ഈ കാണിക്കുന്നത്. കാരണം ഇപ്പോൾ സെൽഫിൻ്റെ ഈ ബെൻഡെക്സ് യൂണിറ്റ് നമുക്ക് എന്തെങ്കിലും മാറ്റിയിടാം, അതിനുശേഷം ക്രാങ്ക് അലൈൻമെൻറ്റ് ചെയ്തിടാം. ഓയിലേക്ക് 100% മാറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ക്രാങ്ക് അലൈൻമെൻറ്റ് ഉള്ളിൽ നിന്ന് പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ അടിച്ചാലും നിൽക്കാനായിട്ടുള്ള സാധ്യത കുറവാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇവിടെ നിന്ന് വന്ന ഓയിൽ സീൽ നമുക്ക് ശരിക്കും ഇവിടെ വന്ന ഓയിൽ സീലുണ്ടല്ലോ, അത് ശരിക്കും എഞ്ചിൻ്റെ ഉള്ളിൽ നിന്നാണ് അടിക്കുക. പുറമേ നിന്ന് നമുക്ക് ഒരെണ്ണം സ്പെയർ അടിച്ചു കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ലീക്കേജ് വരാനായിട്ടുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്. എന്നാലും ചിലപ്പോൾ ഒരു പക്ഷേ പെട്ടെന്ന് വന്നൊന്നുമില്ല. ക്രാങ്ക് വീണ്ടും അലൈൻമെൻറ്റ് പോയി ക്രാങ്ക് ഔട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിപ്പീറ്റ് കാണിക്കും കേട്ടോ. അങ്ങനെ വന്ന വേറെ നമുക്കൊരു ഓപ്ഷൻ ഇല്ല, അഴിച്ച് ഐറ്റം മാറ്റി കളയാമെന്നുള്ളതാണ് അതിനകത്ത് ചെയ്യാൻ പറ്റുക കേട്ടോ. നിലവിലിപ്പോൾ ഈ വരുന്ന കംപ്ലയിൻ്റ് ഈ രീതിയിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. വീണ്ടും റിപ്പീറ്റ് വരാണെന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല, നമുക്കത് അഴിച്ച് ക്രാങ്ക് ഷാഫ്റ്റ് അസംബ്ലിയോടുകൂടി മാറ്റി ഇടേണ്ടതായിട്ട് വരും.